ഹായ് ഗൈസ്, ഈ വർഷം പൊങ്കലിന് തലപതിയുടെ ജനനായകൻ കാണാൻ വേണ്ടി ടിക്കറ്റൊക്കെ പ്രീ ബുക്ക് ചെയ്ത് ബാംഗ്ലൂരിൽ നാട്ടിൽ പോയി ഫ്രണ്ട്സിലൂടെ കാണാൻ വേണ്ടി എല്ലാം പ്ലാനൊക്കെ ചെയ്ത് നാട്ടിലോട്ട് പോകാൻ വേണ്ടി ഇരിക്കുമ്പോഴാണ് അറിയുന്നത് പടം റിലീസില്ല. ഇതുവരെ അതിനകത്തൊരു തീരുമാനമായിട്ടില്ല. സോ അങ്ങനെ പോയിട്ട് തിരിച്ച് ബാംഗ്ലൂർ വന്നപ്പോഴാണ് അറിയുന്നത് നമ്മുടെ കാർത്തിയുടെ വാവാത്തിയ ഒരു സിനിമ റിലീസ്. സോ പടത്തിന് ട്രെയിലർ കണ്ടപ്പോൾ തന്നെ ഒരു സയൻസ് ഫിക്ഷൻ അല്ലെങ്കിൽ ഒരു ഫാന്റസി ലെവലിലുള്ള ഒരു പടമാണ് എന്ന് എക്സ്പെക്ട് ചെയ്താണ് ഞാൻ ഈ പടം കാണാൻ പോകുന്നത്. അതിലുപരി പടത്തിന്റെ ഡയറക്ടർ നളൻ കുമാരസ്വാമിയുടെ ഒരു ഫിലിമോഗ്രഫി എടുത്തു കഴിഞ്ഞാൽ തന്നെ സൂതുകവും കാതലും കടന്നുപോകും പോലെയുള്ള വൺ ഓഫ് മൈ ഫേവറേറ്റ്സ് മൂവീസ് ഇൻ തമിഴ്. അതിന്റെയൊക്കെ ഒരു എക്സ്പെക്ടേഷനിൽ പോയതുകൊണ്ടാണ് എന്ന് തോന്നുന്നു. ഐ വാസ് നോട്ട് അറ്റ് ഓൾ സാറ്റിസ്ഫൈഡ് വിത്ത് ദിസ് മൂവി. ഐ വാസ് റിയലി ഡിസപ്പോയിന്റഡ്. സോ അതിന്റെ ഫസ്റ്റ് നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ പടത്തിന്റെ ആ ഒരു സ്റ്റാർട്ടിങ് ടു എൻഡിങ് വരെയുള്ള ആ ഒരു എഡിറ്റിംഗ് വളരെ സ്ലോ ആയിട്ട് ഫീൽ ചെയ്തു. പടത്തിൽ ഓരോ ഡയലോഗ് ഡെലിവറി ആണെങ്കിൽ പോലും വളരെ സ്ലോ ആയിട്ട് ഫീൽ ചെയ്തു. നമ്മുടെ സോങ്സ് ഒക്കെ സന്തോഷ് നാരായണന്റെ കമ്പോസിംഗിലുള്ള സോങ്സ് എല്ലാം അടിപൊളിയാണ്. എന്നിരുന്നാൽ പോലും സോങ്സിന്റെ പ്ലേസ്മെന്റ്, ചില സോങ്സിന്റെ പ്ലേസ്മെന്റ്സ് വളരെ ഓടായിട്ട് ഫീൽ ചെയ്തു. കാസ്റ്റിംഗ് നോക്കുകയാണെങ്കിൽ നമ്മുടെ വൺ ഓഫ് ദ ലെജൻഡറി തമിഴ് ആക്ടറായുള്ള നമ്മുടെ രാജ്കിരൺ സാറൊക്കെ അഭിനയിച്ചിട്ടുള്ള പടമാണ്. ഐ റിയലി ലൈക്ക് ഹിം. ആക്ച്വലി രാജ്കിരൺ സാറിനെ സ്ക്രീനിൽ കാണിക്കുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതേപോലെ എല്ലാ പടങ്ങളും എനിക്ക് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അദ്ദേഹത്തിന്റെ ആ ഒരു ക്യൂട്ടായിട്ടുള്ള ആ ആക്ടിങ് അതൊക്കെ വളരെ സെറ്റപ്പ് ആയിരുന്നു. അദ്ദേഹത്തിന്റെ ആ ഒരു റോളും MGR ഫാനായിട്ടുള്ള ഒരു ആളുടെ ആ ഒരു റോളും എല്ലാം അദ്ദേഹം അടിപൊളിയായിട്ട് ചെയ്തു. കാർത്തികയുടെ ആക്ടിങ് ആണെങ്കിലും എല്ലാം അടിപൊളിയായിരുന്നു, ടോപ്പ് നോച്ച് ആയിരുന്നു. ആ ഒരു ട്രാൻസ്ഫോർമേഷൻ എല്ലാം സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും പടം എനിക്ക് കണക്ട് ആയില്ല. എന്റെ കൂടെ പടം കണ്ട ആൾക്കാർക്ക് ആ ഒരു ഫീൽ തന്നെയായിരുന്നു. വളരെ എക്സ്പെക്ടേഷനോടെ പോയതുകൊണ്ടായിരിക്കാം. എന്നാൽ പോലും നളൻ കുമാരസ്വാമി പോലുള്ള ഡയറക്ടറുടെ അടുത്തുനിന്ന് ഐ എക്സ്പെക്ടഡ് മച്ച് മോർ. അതുപോലെ തന്നെ ആക്ടിംഗ് വൈസ് നോക്കിയാൽ കൃതിക് ഷെട്ടി ആണെങ്കിലും സത്യരാജിന്റെ ക്യാരക്ടർ ആണെങ്കിൽ പോലും സത്യരാജിന്റെ ക്യാരക്ടർ അതേ ഒരു വില്ലൻ ആണെങ്കിൽ പോലും ആ ഒരു ക്യാരക്ടറിന് ആ ഒരു ഡെപ്ത് നമുക്ക് ഫീൽ ചെയ്തില്ല. അല്ലെങ്കിൽ ആ വില്ലന് അത്ര ഒരു പവർഫുൾ ആയിട്ടുള്ള വില്ലനായിട്ട് നമുക്ക് ഫീൽ ചെയ്തില്ല. അതും ഈ സ്റ്റോറിയായിട്ട് നമുക്ക് കണക്ട് ആകാത്തതിന് ഒരു കാരണമായിട്ട് എനിക്ക് തോന്നി. എന്നിരുന്നാൽ പോലും ഇനി വരാനിരിക്കുന്ന കാർത്തി പടങ്ങളിൽ കൈദി 2 ആയിരുന്നു വി ആർ എക്സ്പെക്ടിങ് ദാറ്റ് ടു ബി എ ഹിറ്റ്. ബട്ട് ഇപ്പോൾ അതിന്റെ ഒരു തീരുമാനം ഇല്ലാത്ത അവസ്ഥയിലാണെന്ന് തോന്നുന്നു. So we'll see. We'll wait and watch. And this is one of my first proper movie review videos. So keep supporting me. Please share the video. Please subscribe to my channel. Thank you.